SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സിലബസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുന്നേയുള്ള രണ്ട് ക്ലാസ്സുകൾ, അതായത് നമ്മുടെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 5-6 പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചില സാങ്കേതിക തകരാറ് കാരണം നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബി മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ സിലബസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ SS വേൾഡ് അക്കാദമി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 8129529102. ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കൂടുതൽ അറിയാൻ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ പാർട്ട് ബിയിലെ 5-6 ക്ലാസ്സുകൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് ബി മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫിയിലെ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, ടൈം, സീസൺസ്, മാപ്പ് സ്കെയിൽ, ബേസ് ഓഫ് റിമോട്ട്, സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, കോണ്ടിനെന്റ് ആൻഡ് ഓഷ്യൻ, കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ്, പ്ലേറ്റ് ടെക്ടോണിക്, റോക്ക് വെതറിംഗ് ആൻഡ് എറോഷൻ, ഫ്ലൂവിയൽ ഗ്ലേഷ്യൽ ഏലിയൻ ലാൻഡ്ഫോം, composition and structure of atmosphere, temperature and their distribution, pressure belt, wind, condensation and precipitation, major ocean and their characteristics, tide and current. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ സിലബസിൽ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 7 വരുന്ന പഠിക്കാനുള്ള ഭാഗങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 10 മാർക്കിന്റെ ചോദ്യം, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്ക്, എക്കണോമിക്സ് 10 മാർക്ക്, അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി, കേരള ഇക്കോണമി ഒരു 10 മാർക്ക്, അങ്ങനെ പൊളിറ്റിക്സ് 10 മാർക്ക്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് 10 മാർക്ക്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു പാറ്റേണിലല്ല വന്നിട്ടുള്ളത്, ജസ്റ്റ് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 80 മുതൽ 90 വരെ 81 മുതൽ 90 വരെ സാധാരണ ഈ മൊഡ്യൂൾ 7 ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ആ 10 ചോദ്യങ്ങൾ മൊഡ്യൂൾ 8 നിന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് അതിൻ്റെ ക്ലാസ് നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 8ഉം അതിൻ്റെ മൊഡ്യൂൾ 8ൻ്റെ സിലബസും പിന്നെയുള്ള ബാക്കിയുള്ള 10 ചോദ്യങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിലബസ്. ഓക്കെ, എല്ലാം ഒന്ന് നോക്കി വെക്കുക. യെസ്, ഇനി കഴിഞ്ഞ ചോദ്യം നിങ്ങൾ നോക്കിക്കോളുക. ഇവിടെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിൽ സമയം എത്രയായിരിക്കും? അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം 6 മണിയാകുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗ്രീനിച്ച് സമയം ഇന്ത്യൻ സമയം തമ്മിൽ 5.5 മണിക്കൂറിന്റെ മാറ്റമുണ്ട്. ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യയുടെ സമയം. അതുപോലെ തന്നെ നീ നേരെ തിരിച്ചു, ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇന്ത്യയിൽ സമയം നിന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറയുമ്പോൾ 5.5 മണിക്കൂർ കുറച്ചാൽ മതി, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ക്ലാസ് കേൾക്കുന്ന ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. എന്നാലും നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കൂടാ, വൈകുന്നേരം 6 മണിയാണെങ്കിൽ ഇന്ത്യയിൽ ഗ്രീനിച്ചിൽ സമയം എത്രയായിരിക്കും? നിങ്ങളൊരു 5.5 മണിക്കൂർ കുറച്ച് നോക്കുക അല്ലെ, എത്രയായിരിക്കും? ഇപ്പോൾ 5.5 മണിക്കൂർ കുറക്കുമ്പോൾ ഇപ്പോൾ 6 5 4 3 2 1 പിന്നെ ഒരു അരയും കൂടി കുറക്കണം അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 12.5 ആയിരിക്കും സമയം. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ എക്സാമിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ കുറച്ച് ഫാക്ട്സുകളൊന്ന് നോക്കാം. എന്താണ് ഗ്രീനിച്ച് രേഖ? നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഗ്രീനിച്ച് മെറിഡിയൻ. ഇത് എന്തുകൊണ്ടാണ് ഇതിന് ഗ്രീനിച്ച് എന്ന് പേര് പറയാൻ കാരണം ഇംഗ്ലീഷിലെ റോയൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഈ ഒരു സാങ്കല്പിക രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഇതൊരു ലാറ്റിറ്റ്യൂഡ് ആണോ ലോഞ്ചിറ്റ്യൂഡ് ആണോ? അപ്പോൾ നേരെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ലംബമായിട്ട് വരയ്ക്കുന്ന രേഖകളാണ് ഇത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ്.
അപ്പൊ നമുക്കിവിടെ സമയനിർണയത്തിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പൊ അങ്ങനെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതാണ് നമ്മുടെ ഗ്രീനിച്ച് മെറീഡിയൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലെ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് സമയവും സമയമേഖലയും 10ാം ക്ലാസ്സിലെ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇതിന്റെ ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യെസ്, നോക്കിക്കോളൂ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ആ ചിത്രത്തിൽ കണ്ടു. 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ, ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശം. ലോഞ്ചിറ്റ്യൂഡ്, ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് എന്നതിനാൽ ഈ രേഖയെ പ്രൈം മെറീഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളിലൊക്കെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ കണ്ടതാണ്, വളരെ ആഴത്തിൽ അല്ലെങ്കിൽ നല്ല തറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളതാണ്. അതിലെ ജസ്റ്റ് പണ്ടുണ്ടായിരുന്ന PSCയിൽ ഉണ്ടായിരുന്ന ഒരു ജസ്റ്റ് ബേസിക് നോളജ് മാത്രമല്ല നമുക്ക് വേണ്ടത്, ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കണം. എങ്ങനെയാണ് സമയനിർണ്ണയം നടത്തുന്നത്, എങ്ങനെയാണ് കാലാവസ്ഥ മാറി വരുന്നത്, അതിനെക്കുറിച്ചുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ജോഗ്രഫിക്കൽ വശം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഒന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ സമയം നിർണ്ണയിക്കുന്നത്, അതിന്റെ മാനദണ്ഡം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, പല രാജ്യങ്ങളിലും പല സമയമാണല്ലോ, അതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ എന്ത് എന്ന് പറയുന്നു, ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. ഓക്കെ, ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം 10:45 സമയം, രാവിലെ 10:45. അപ്പൊ ഗ്രീനിച്ചിൽ സമയം എത്രയായിരിക്കും? ഒരു 5.5 മണിക്കൂർ കുറച്ചാൽ മതി അല്ലെ? യെസ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ 5.5 മണിക്കൂർ കുറക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് 5.5 മണിക്കൂർ കൂട്ടാൻ പറ്റാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 5.5 മണിക്കൂർ ഇങ്ങോട്ടേക്ക് കൂട്ടുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള 23 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇതാണ് ടൈം സോൺ എന്നറിയപ്പെടുന്നത്, സമയമേഖലകൾ. എങ്ങനെയാണ് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി? ഇപ്പൊ നിങ്ങൾ ഗ്രീനിച്ച് രേഖ കഴിഞ്ഞിട്ട് ഗ്രീനിച്ച് രേഖയുടെ ഈസ്റ്റ് വെസ്റ്റ് ഭാഗം, ഗ്രീനിച്ച് രേഖയുടെ ഈസ്റ്റിൽ ഏകദേശം 15 ഡിഗ്രി ഗ്യാപ്പ് ആയിരിക്കും. 15 ഡിഗ്രി ഗ്യാപ്പ് പറയാൻ കാരണം ഓരോ ഡിഗ്രിയിലും 4 മിനിറ്റിന്റെ സമയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 0 ഡിഗ്രിയിൽ 12 മണിയാണെങ്കിൽ 0 ഡിഗ്രിയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള 1 ഡിഗ്രിയിൽ 12:04 ആയിരിക്കും. പിന്നെ 12:08 ആയിരിക്കും രണ്ട് ഡിഗ്രിയിൽ. 3-ൽ 12:12 ആയിരിക്കും. അങ്ങനെ 15-ൽ എത്തുമ്പോഴേ എത്രയായിരിക്കും? 12:60 നമ്മൾ അല്ലല്ലോ പറയാം. ഇങ്ങനെ ഇപ്പോൾ 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം വ്യത്യാസമുള്ള 23 മേഖലകളായി ലോകത്തെ തരംതിരിച്ചിരിക്കുന്നു. ഇവയെ സമയമേഖലകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഗ്രീനിച്ചിൽ നിന്നും ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും, സമയം കൂടി വരും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സമയം കൂടുതൽ. കാരണം ഗ്രീനിച്ച് ലൈനിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യ? ഈസ്റ്റ് ഭാഗത്താണ് ഇന്ത്യ. നേരത്തെ ഞാൻ ആ മാപ്പിൽ കാണിച്ചു തന്നു അല്ലെ? അപ്പൊ ഗ്രീനിച്ചിന്റെ വെസ്റ്റ് ഭാഗത്തുള്ള രാജ്യങ്ങളിലൊക്കെ എന്തായിരിക്കും, സമയം കുറവായിരിക്കും. ഓക്കെ, കാരണം അത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമിയുടെ റൊട്ടേഷൻ ആണ്. ഭൂമിയുടെ റൊട്ടേഷൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, സമയം കൂടുതലായിരിക്കും. വെസ്റ്റ് ഭാഗത്ത് എന്തായിരിക്കും, സമയം കുറവായിരിക്കും. കാരണം ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണല്ലോ, ആ സൂര്യന് ഫേസ് ആയിട്ട് ഇങ്ങനെ വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സമയം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഓരോ സമയമേഖലയും 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ വിശദീകരിക്കും. ഓരോ രാജ്യത്തിലൂടെയും കടന്നു പോകുന്ന രേഖാംശത്തെ ആസ്പദമാക്കിയാണ് ആ രാജ്യത്തെ സമയം നിർണ്ണയിക്കുന്നത്. ലോകത്തെ 24 സമയ മേഖലകളായിട്ട്, ടൈം സോൺ ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ഫാക്ട്സ് ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ റഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ഔദ്യോഗികമായിട്ട് ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ഫ്രാൻസിന്റെ ജോഗ്രഫിക്കൽ ഏരിയ അത്രത്തോളം വലുതാണോ? അല്ല. ഫ്രാൻസിന്റെ അധീനതയിലുള്ള കുറച്ച് ദ്വീപുകൾ ഫ്രാൻസ് അന്ന് പിടിച്ചടക്കിയിരുന്ന ഒന്നാം ലോക മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നേയൊക്കെ ഫ്രാൻസിന്റെ കീഴിലൊക്കെ കോളനികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസിന്റെ കീഴിലുള്ള കോളനികൾ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്രാൻസിന്റെ അണ്ടറിലാണ് ഈ ദ്വീപുകളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഔദ്യോഗികമായിട്ട് സമയമേഖലയുള്ള രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. കാരണം ഫ്രാൻസിന്റെ കീഴിലുള്ള ദ്വീപുകൾ അടക്കമാണ് ഇങ്ങനെ ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സമയമേഖല ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, 9 സമയമേഖലയുള്ള റഷ്യയാണ് 3-ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം.
ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇനി നോക്കിക്കോളൂ, ഇന്ത്യയിൽ എത്ര സമയമേഖലയുണ്ട്? ഇന്ത്യയിൽ ഒരു സമയമേഖലയാണുള്ളത്. ശരിക്കും ഇന്ത്യയിൽ ഒരു സമയമേഖലയാണുള്ളത്. അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഇന്ത്യയുടെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സമയമേഖല. ഓക്കെ, ഈ ലൈനിങ് കൂടെ കാണാൻ പറ്റും. എത്രയാണ്, എത്ര ഡിഗ്രിയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അതായത് ഗ്രീനിച്ച് ലൈനിന്റെ ഈസ്റ്റ് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഗ്രീനിച്ച് ലൈനിന്റെ ഈസ്റ്റ് ഭാഗത്ത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്ത് 82.5. അപ്പൊ എങ്ങനെയാണ് വരിക? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഗുജറാത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകും അല്ലെ, അത് ഏകദേശം 68 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? കാരണം ഇവിടെയാണ് ഇന്ത്യയുടെ ആ ഒരു ഈസ്റ്റ് ഭാഗം അവസാനിക്കുന്നത്. ഇവിടെ ഏകദേശം 97 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 68നും 97നും സെൻട്രലിലുള്ള ഡിഗ്രിയാണ് ഏത്? 82.5, 82.5 ഡിഗ്രി ഈസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഓരോ രാജ്യത്തിന്റെയും മധ്യത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരു സ്കെയിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡുകൾ നോക്കുമ്പോൾ ഏറ്റവും സെൻട്രലിലുള്ളത് 82.5 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നോക്കിക്കോളുക, കനേഡിയൻ ശാസ്ത്രജ്ഞനായ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ. കനേഡിയൻ ശാസ്ത്രജ്ഞനായ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നെ അന്താരാഷ്ട്ര സമയമേഖല എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1858 പുറത്തിറങ്ങിയ മിറാണ്ട എന്ന പുസ്തകത്തിലായിരുന്നു. ഏതാണ് വർഷം? 1858 പുറത്തിറങ്ങിയ മിറാണ്ട എന്ന പുസ്തകത്തിലാണ് അന്താരാഷ്ട്ര സമയമേഖല എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി നിങ്ങൾ നോക്കുക, ആരാണ് ഈ മിറാണ്ട രചിച്ചത്? നമ്മളെ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണോ? അല്ല, ക്യൂറിക്കോ ഫിലോപ്പാൻഡിയാണ്. എവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റൊക്കെ ഉണ്ടാവും. ക്യൂറിക്കോ ഫിലിപ്പാൻഡിയാണ് ഈ മിറാണ്ട എന്ന പുസ്തകം 1858 രചിച്ചത്. അപ്പൊ ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു, കനേഡിയൻ ശാസ്ത്രജ്ഞനായ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇത് 1858 പുറത്തിറക്കിയ മിറാണ്ട എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സമയമേഖല എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പൊ ആരാണ് ഈ മിറാണ്ട രചിച്ചത്? നമ്മുടെ സാൻഫോർഡ് ഫ്ലെമിംഗ് അല്ല, ക്യൂറിക്കോ ഫിലോപ്പാൻഡിയാണ് മിറാണ്ട രചിച്ചത്. ഒറ്റ സമയമേഖല മാത്രമുള്ള ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. അപ്പൊ നിങ്ങൾ നോക്കുക, ചൈന വലിയൊരു രാജ്യമാണ്, പക്ഷെ അവിടെ ഒറ്റ സമയം മാത്രമാണത്. അത് എങ്ങനെ നിർണ്ണയിക്കുക? അപ്പൊ ചൈന, മാപ്പിൽ ചൈന എടുക്കുക. ചൈനയുടെ തുടക്കം ചൈനയുടെ വെസ്റ്റ് ഭാഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ചൈനയുടെ ഈസ്റ്റ് ഭാഗം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ രണ്ടിന്റെയും സെൻട്രലുള്ള ലൈൻ ആയിരിക്കും ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കും. ലാറ്റിറ്റ്യൂഡ് അല്ല, ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ രേഖാംശ രേഖകൾ. ലാറ്റിറ്റ്യൂഡ് ആണ് അക്ഷാംശ രേഖകൾ. അത് നമ്മൾ എവിടെ പഠിക്കും? അതിന് പ്രാധാന്യം എവിടെയാണ്? സീസൺ, നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങളിലാണ് നമുക്കത് പഠിച്ചു വെക്കാറുള്ളത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് സമയം? ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ 68 മുതൽ 97 വരെയുള്ള രേഖാംശ രേഖകളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, 68 മുതൽ 97 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 28-29 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ശരിക്കും ഇന്ത്യയിൽ 4 മിനിറ്റ് വ്യത്യാസമുള്ള 29 സമയം ശരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടതാണ്. 4 മിനിറ്റ് വ്യത്യാസം. എന്തുകൊണ്ടാണ് 4 മിനിറ്റ് വ്യത്യാസം? കാരണം ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റ് ആണ്. ഭൂമിക്ക് ഒരു ഗോളാകൃതി ആയതുകൊണ്ട് 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയുള്ള ഭൂമി തിരിയാൻ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂർ വേണം. 24 മണിക്കൂറിന്റെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1440 മിനിറ്റ് ആവും. അപ്പൊ 1440 മിനിറ്റ് ഭൂമിക്ക് മൊത്തം കറങ്ങാൻ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ 1 ഡിഗ്രി ഭൂമിക്ക് കറങ്ങാൻ, 360 ഡിഗ്രി കറങ്ങാൻ 1440 മിനിറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി ഭൂമിക്ക് കറങ്ങാൻ, ഭ്രമണം ചെയ്യാൻ ആവശ്യമായ സമയം 4 മിനിറ്റ് ആണ്. അപ്പൊ ഓരോ ഡിഗ്രിയിലും 4 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓരോ 15 ഡിഗ്രിയിൽ 1 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലെ? 10 15 × 4 60 മിനിറ്റ്. 60 മിനിറ്റ് പറഞ്ഞ 1 മണിക്കൂറല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തെ, പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതു സമയമായാണ് സാധാരണ കണക്കാക്കുന്നത്. ഇല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ ഏകദേശം 29-30 എന്ത് കടന്നു പോകുന്നുണ്ട്? ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട്, രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഓരോ 30 രേഖാംശ രേഖ ഉണ്ടെങ്കിൽ ശരിക്കും ഇന്ത്യയിൽ എത്ര സമയം വേണം? 30 സമയം വേണം. 30 സമയം നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെ? ഇവിടെ ഉള്ള രാജ്യത്തുള്ള ട്രെയിൻ സമയം ആകെ തെറ്റിപ്പോവും.
രാജ്യാന്തരമായിട്ട് നടക്കുന്ന പരീക്ഷകൾ, എന്തെങ്കിലും രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൊതുപരിപാടികളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യും, ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. വാർത്താ ചാനലുകളുടെ പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് രാജ്യത്ത് ഒറ്റ സമയം ഓരോ രാജ്യവും സ്വീകരിക്കുന്നത്. അത് അവിടെയുള്ള സ്റ്റാൻഡേർഡ് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ രേഖാംശവ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ മാനക രേഖാംശമായി പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ താഴെ തന്നിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ മാനക രേഖാംശമുള്ള രാജ്യങ്ങൾ ഏതെല്ലാം, അല്ലെ? അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് സമയം കേട്ടോ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് സമയം ഉള്ള രാജ്യങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഇല്ലാത്തവ ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാം. കാരണം ആ ഒരു രീതിയിലായിരിക്കും നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഓക്കെ, സ്റ്റാൻഡേർഡ് സമയം ഇതാണ്. നമ്മൾ ഇനി ഇത് വിശദീകരിക്കും, ടോപ്പിക്കിന് അണ്ടറിൽ വിശദീകരിക്കും. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകണം നമ്മുടെ മെറ്റീരിയലിൽ ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളാം. വളരെ ചെറിയ ഫീ ആണ് നമ്മൾ ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു രേഖാംശ രേഖകളെ കുറിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ ജസ്റ്റ് വേൾഡ് മാപ്പ് അല്ലേ. ഈ വേൾഡ് മാപ്പിൽ ഇവിടെ സെൻട്രൽ ഭാഗത്ത് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രീനിച്ച് ലൈൻ. ഈ ഗ്രീനിച്ചിന്റെ ഓരോ നിങ്ങൾ നോക്കിക്കോളുക, ഇവിടെയുള്ള ഓരോ രേഖാംശ രേഖകളും അതുപോലെ തന്നെ ഗ്രീനിച്ചിന്റെ വെസ്റ്റ് ഭാഗത്തുള്ള രേഖാംശ രേഖകളൊക്കെ കൂടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഓരോന്നും ഇപ്പൊ നിങ്ങൾ കൂടെ 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 65 ഡിഗ്രി, 75, 90, 105 ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ 180 വരെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. പിന്നെ 165, 180 ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ 180, 180, 360. ഓക്കെ, ഇത് ജസ്റ്റ് റൗണ്ട് ആയിട്ട് വരുമ്പോൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഗ്രീനിച്ചിൽ സമയം തന്നിട്ടുണ്ടെങ്കിൽ ഓരോ 15 ഡിഗ്രി ഈസ്റ്റിൽ എന്ത് ചെയ്യും, ഓരോ മണിക്കൂർ കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ 12 മണിയാണെങ്കിൽ എന്തായിരിക്കും സമയം? 12 PM ആണെങ്കിൽ ഇവിടെ 15 ഡിഗ്രിയിൽ 1 PM. ഇവിടെ എത്രയായിരിക്കും? 2 PM. ഇവിടെ 3 PM, 4 PM, 5 PM. അപ്പൊ നിങ്ങൾ ഏകദേശം നോക്കുക. ഇപ്പൊ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ലൈൻ കണ്ടോ, ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്തല്ല പോകുന്നത് അല്ലേ. അപ്പൊ 5.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ 75 ഡിഗ്രിയിൽ 5 ആണെങ്കിൽ പിന്നെ 90 അല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ അരമണിക്കൂർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 75 നിന്ന് 90ലേക്ക് 1 മണിക്കൂറാണല്ലോ. അപ്പോൾ ഒരു സെൻട്രൽ ഭാഗത്തായതുകൊണ്ട് അരമണിക്കൂറായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 1, 2, 3, 4, 5, 5:30. ഇവിടെ 12 മണിയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയായിരിക്കും? 5:30 ആയിരിക്കും അല്ലെ. അപ്പൊ ഇനി ഓരോ രാജ്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇവിടെ ചൈനയുടെ സെൻട്രൽ ഭാഗത്ത് കടന്നു പോകുന്ന രേഖാംശം ഉണ്ടായിരിക്കും. അത് എത്രയാന്നുള്ളത് ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കും. ഇപ്പൊ ജപ്പാനിൽ 135 ഡിഗ്രിയാണ് ജപ്പാന്റെ, 135 ഡിഗ്രി ഈസ്റ്റ് ഭാഗത്താണ് ജപ്പാന്റെ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സമയം നിർണ്ണയിക്കുന്നത്. നിങ്ങൾ നോക്കുക, വെസ്റ്റ് ഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യും, നേരെ പറഞ്ഞ പോലെ തന്നെ സമയം അവിടെ കുറവായിരിക്കും. ഇപ്പൊ ഇവിടെ 0 ഡിഗ്രിയിൽ 12 PM ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 11 AM ആയിരിക്കും. ഇവിടെ 30 എത്രയായിരിക്കും? 10 AM ആയിരിക്കും. ഓക്കെ, ഈസിയാണ്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. മാനക രേഖാംശം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം, പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തിന്റെ മാനക സമയം, സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. മാനക രേഖാംശത്തിന്റെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തെ മാനക സമയം, സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ എത്രയാണ്? 82.5. സാധാ PSC, LDC പോലുള്ള പരീക്ഷയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്. ആ ചോദ്യം നമ്മോട് എന്തായാലും ചോദിക്കില്ല. ഓക്കെ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പരീക്ഷയുടെ ലെവലൊക്കെ. പക്ഷെ നമ്മളൊരു ബേസിക് നോളജിന് എന്ത് പഠിച്ചു വെക്കണം? 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അവിടുന്ന് ഏത് ടോപ്പിക് എന്ന് ചോദിച്ചാലും നമ്മളത് ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാണോ? അത് നമ്മുടെ ബേസ് ആണ്. അത് മാത്രം പഠിച്ചാൽ പോരാ അല്ലേ. പിന്നെ +1, +2 നോക്കണം. +1, +2 മാത്രം നോക്കിയാൽ മതിയോ? ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, IAS പ്രിലിമിനറി പരീക്ഷ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പരീക്ഷകൾ വന്നിട്ടുണ്ട്, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഈ NCERT, SCERT പുസ്തകങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മെറ്റീരിയൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമുക്ക് തീരെ സമയമില്ല, വളരെ പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കോളൂ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ലൈനാണ്, ഇങ്ങനെ വരച്ചിട്ടുള്ള ഈ ലൈനാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണല്ലോ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അല്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് 68 ഡിഗ്രി. പിന്നെ ഇവിടെ ആയിരിക്കും ഏകദേശം ഇവിടെ 96, ഇവിടെയാണ് 97 വരുന്നത്. അത് ഇവിടെ മാപ്പിലൂടെ കാണുന്നില്ല, കൊടുത്തിട്ടില്ല. ഏകദേശമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. ഇതൊക്കെ PSC ചോദ്യമാണ് കേട്ടോ, റിപ്പീറ്റഡ് ചോദ്യമാണ്. 68 ഡിഗ്രി ഈസ്റ്റ്,
മുതൽ 97 ഡിഗ്രി വരെയാണ്. അല്ലെങ്കിൽ ചില ബുക്കിൽ 68.5 97.5 വരെ ഒക്കെയാണ് രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സെൻട്രൽ ഭാഗത്തുള്ളത് ഇവയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ ആ 82.5 ഡിഗ്രി മാനക രേഖാംശം. എങ്ങനെ കിട്ടിയത്? 68 + 97 / 2 അല്ലെ. നമ്മളിനി മാധ്യമം ബഹുലകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ട് സംഖ്യകളിൽ തന്നിട്ട് അതിന്റെ മധ്യത്തിലുള്ളത് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ മാധ്യമം കാണുക എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലാണ് വരിക. ഓക്കെ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയാണ് ഇപ്പോൾ 68ഉം 97ഉം അതിന്റെ മിഡ് വാല്യൂ എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ മിഡ് വാല്യൂ എത്രയായിരിക്കും? 82.5 ആണ്. 68 + 97/2. എങ്ങനെയാണ് 82.5 കിട്ടിയത്? ഇന്ത്യ ഗ്രീനിച്ചിന്റെ ഈസ്റ്റ് ഭാഗത്താണ്. നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് രേഖാംശത്തെ അടിസ്ഥാനമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഗുജറാത്തിന്റെ ഭാഗം 68 ഡിഗ്രി മുതൽ തുടങ്ങി അരുണാചൽ പ്രദേശിന്റെ ഭാഗം ഇവിടെ 97 അവസാനിക്കുന്നത്. ഇങ്ങനെ ഓരോ രാജ്യമുണ്ട്. ഇപ്പൊ അടുത്തത് 97 എവിടുന്ന്? അപ്പോൾ നിങ്ങൾ നോക്കുക, ചൈനയുടെ ഭാഗം ഈ ഒരു ഭാഗത്താണ് ചൈന നടക്കുന്നത്. അപ്പോൾ ഏകദേശം ചൈന തുടങ്ങുന്നത് എത്രയായിരിക്കും? ഇവിടെ ഒരു 80ഉം 84 ഇടയിലായിട്ട് അങ്ങനെ ചൈനയുടെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നു. ഈസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയാണ് അത് അവസാനിക്കുന്നത് എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സെന്ററിലുള്ള ഇതായിരിക്കും എന്നുള്ളത് ചൈനയുടെ മാനക രേഖാംശം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഇത് വിശദീകരിക്കും. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായി സമയമായി അംഗീകരിച്ചുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസത്തിലാണ്. ഗ്രീനിച്ചിൽ നിന്ന് 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഗ്രീനിച്ചിക്ക് നോക്കുമ്പോൾ 5.5 മണിക്കൂർ കുറവ്. ഇവിടെയാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസത്തിലാണ്. ഉദാഹരണം നിങ്ങൾ നോക്കുക. പറഞ്ഞ പോലെ ഞാൻ ഗ്രീനിച്ചിൽ നിന്ന് ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രീനിച്ചിൽ സമയം 12:30 PM ആണെങ്കിൽ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? 6 PM അല്ലെ? 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. ഇതല്ല നമ്മുടെ ചോദ്യം. ഇന്ത്യയിൽ 6 മണിയാണെങ്കിൽ ഗ്രീനിച്ചിൽ സമയം എത്രയായിരിക്കും? 12 ആയിരിക്കും. AM PM കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. AM PM ഒന്നും മാറരുത് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ച സമയം PM ആവും, 12 ആവുമ്പോൾ PM ആയി. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ AM ആയി, ദിവസം മാറി. അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളായിട്ട് വരും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. ഗ്രീനിച്ച് ഇവിടെ 12 AM ആണെങ്കിൽ ഗ്രീനിച്ചിൽ 12 AM ആണ് സമയമെങ്കിൽ 15 ഡിഗ്രി വെസ്റ്റിൽ സമയം എത്രയായിരിക്കും? ഇപ്പൊ ദിവസം പറയണം. ഗ്രീനിച്ചിൽ 12 AM സൺഡേ, ഗ്രീനിച്ചിൽ 12 AM സൺഡേ ഞായറാഴ്ചയാണെങ്കിൽ എൻ്റെ ചോദ്യം 15 ഡിഗ്രി വെസ്റ്റ് പടിഞ്ഞാറ് സമയം എത്രയായിരിക്കും? അപ്പൊ എന്ത് ചെയ്താൽ മതി? 15 ഡിഗ്രിയിലും 1 മണിക്കൂറിന്റെ വ്യത്യാസമാണ് അല്ലെ? 15 ഡിഗ്രിയിൽ 1 മണിക്കൂറിന്റെ വ്യത്യാസം. വെസ്റ്റിലാവുമ്പോൾ എന്തായി? 1 മണിക്കൂർ കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അങ്ങനെയാണെങ്കിൽ സമയം ദിവസം എത്രയായിരിക്കും? 15 ഡിഗ്രി വെസ്റ്റില് 5 ഡിഗ്രി വെസ്റ്റില് 11 PM 11 PM ദിവസം ഏതായിരിക്കും? സാറ്റർഡേ ആയിരിക്കും അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്, നമ്മുടെ ഉത്തരം ഉച്ചയ്ക്ക് 12:30 ആയിരിക്കും സമയം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ രേഖാംശ രേഖകളെ കൂടെ കൊടുത്തിട്ടില്ലേ, കണ്ടോ? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ വരക്കുന്ന ഇതിനെ ഗ്രീനിഷ് ലൈൻ 0 ഡിഗ്രി ആണ്. പിന്നെ ഇവിടെ 10, 20, 30, 40, 50, 60 എന്നൊക്കെ പറഞ്ഞ ഓരോ ഡിഗ്രിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്ര വരെ ഉണ്ടായിരിക്കും? ഇവിടെ എത്തുമ്പോഴേക്കും, ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും അത് ഏകദേശം നമ്മുടെ 180ലേക്ക് എത്തും. അതേപോലെ ഇതിലെ പോയാലും എന്ത് ചെയ്യും? നമുക്ക് എവിടെ എത്താം? 180ലേക്ക് എത്താം. അപ്പൊ നമ്മൾ ഇനി രണ്ടും വെസ്റ്റിലൂടെ പോയാലും ഈസ്റ്റിലൂടെ പോയാലും 180-ലെത്തും. അപ്പൊ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് അല്ലെ? അത് നമ്മൾ പഠിക്കും. വളരെ വിശദമായിട്ട് നമുക്കത് പഠിച്ചു വെക്കാനുണ്ട്. ഓക്കെ, ഇനി സമയനിർണയത്തിന് പിന്നിലുള്ള വസ്തുതകളൊന്ന് നോക്കാം. പരിക്രമണം തുടങ്ങുമ്പോൾ ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭ്രമണം ചെയ്യുന്നത്. പഠിച്ചു വെക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നു? മലയാളത്തിലാണ് പഠിച്ചു വെക്കുന്നത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ, പരിക്രമണം എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ. നമ്മുടെ വിപ്ലവത്തിന്റെ റവല്യൂഷൻ അല്ല, ഇവിടെ മാറ്റമുണ്ട്. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം കേട്ടോ. ഓക്കെ, കാരണം ഹിസ്റ്ററി ചെല്ലുമ്പോൾ റവല്യൂഷൻ വിപ്ലവങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ട്. ഭ്രമണ ഫലമായാണ് എന്തുണ്ടാകുന്നത്? രാത്രിയും പകലും ഉണ്ടാകുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും തെറ്റായത്. പരിക്രമണ ഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്, തെറ്റായ പ്രസ്താവനയാവും. നമ്മൾ പെട്ടെന്ന് അത് വായിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലെ? യെസ്. നോക്കിക്കോളൂ, നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ എവിടെ നിന്നാണ്? പടിഞ്ഞാറുന്ന് കിഴക്ക് ഭാഗത്തേക്കാണ്, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നൊന്നും മാറണമെന്നിട്ട്. അപ്പൊ ഇതെങ്ങനെ പഠിക്കുക? VNS അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ മാറാൻ പാടില്ല. VNS വാ പാ തേക്കി എന്നൊക്കെ ഒരു പറയുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു കോഡാണ് വാപ്പ തേക്കി. ഓക്കെ,
നേരെ തിരിച്ചിങ്ങോട്ട് വരരുത് കേട്ടോ, വാപ്പാത്തേക്ക് ഇവിടെ വരരുത്. അപ്പോൾ ആകെ കിളിവാറും. ഇവിടെ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ഓക്കെ, കാരണം നമുക്ക് ഇനി ഇതൊക്കെ വെച്ചിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് അല്ലെ. കോറിയോലിസ് പ്രഭാവമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. യെസ്, നോക്കിക്കോളാം. ഭ്രമണഫലവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറിന് കിഴക്കോട്ടിലേക്കാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കി 24 മണിക്കൂർ വേണം. അപ്പോൾ 24 മണിക്കൂറാണെങ്കിൽ എത്ര മിനിറ്റ് വേണം? 1440 മിനിറ്റ് വേണം. 24 × 60. ഭ്രമണം പടിഞ്ഞാറിന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം എവിടെയായിരിക്കും? കിഴക്ക് നിന്നായിരിക്കും. സ്റ്റേറ്റ്മെന്റിൽ വരാം. ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്നത് എവിടെയാണ്? നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ കാണുന്നത്. അപ്പോൾ സൂര്യോദയം കിഴക്കിലായിരിക്കും. അപ്പൊ ഭൂമിയുടെ കോണളവ് എത്രയാ? 30 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശങ്ങൾ ലഭിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഇവിടെ 10, 20, 30, 40, 50, 60, 70, 80 അങ്ങനെ പോകും. ഇവിടെ എത്തുമ്പോഴേക്ക് എത്രയായിരിക്കും? 180 എത്തും. അതേപോലെ തന്നെ ഇതിലേം പോകും. 10, 20, 30, 40, 50 അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്ക് അത് ഏകദേശം എവിടേക്ക് എത്തും? നമ്മുടെ 180ലേക്ക് എത്തും. ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കാണുന്നത് 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ അതൊരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതിലെങ്ങനെ പോയിട്ട് ഇവിടെ എത്തും, അതുപോലെ ഇതിലെങ്ങനെ പോയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? മണിക്കൂറിന്റെ മാറ്റമല്ല, ഒരു ദിവസത്തിന്റെ മാറ്റങ്ങൾ തന്നെ അവിടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞു, ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശം ലഭിക്കും. ഇതൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഒന്നും നമുക്കിവിടെ ഒഴിവാക്കാനില്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. എന്താണ് രേഖാംശ രേഖകൾ? ലോഞ്ചിറ്റ്യൂഡ്, അതേപോലെ ലാറ്റിറ്റ്യൂഡ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇക്വേറ്റർ എന്താ? ഇക്വേറ്റർ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡാ? ഇക്വേറ്റർ ലാറ്റിറ്റ്യൂഡാണ്. 0 ഡിഗ്രി അക്ഷാംശമാണ് ഏത്? ഭൂമധ്യരേഖ. 0 ഡിഗ്രി രേഖാംശമാണ് ഏത്? ഗ്രീനിച്ച് രേഖ. ഓക്കെ, മാറാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യെസ്, 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. അപ്പൊ 24 മണിക്കൂറിന് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ്. 1 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 ഡിവൈഡ് ബൈ 360. അപ്പൊ നമുക്ക് 4 മിനിറ്റ് കിട്ടി. അപ്പൊ ഓരോ ഡിഗ്രിയിലും 4 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. ഈസ്റ്റില് കൂടുതലും വെസ്റ്റില് കുറവായിരിക്കും. യെസ്, 15 ഡിഗ്രി രേഖാംശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെയാണ്, 1 ഡിഗ്രിക്ക് 4 അല്ലേ? അപ്പൊ 15 ഡിഗ്രിക്ക് 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ? അപ്പൊ നമ്മൾ മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട്, നമ്മളൊരു കൂട്ടുകാരനോട് എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനിപ്പോ ഒരു 60 മിനിറ്റ് എന്നൊക്കെ പറയും അല്ലെ? ഇപ്പൊ വരെ 60 മിനിറ്റ് എന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഓക്കെ ഇപ്പൊ വരും. പക്ഷെ എനിക്ക് എന്താ 1 മണിക്കൂർ സമയമാണ്, പിന്നെ 2 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും വരിക. അപ്പൊ ഈ മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം സമയനിർണയത്തിൽ എന്തായിരിക്കും? മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കുറച്ചുകൂടി ഈസി ആവും. അല്ലെങ്കിൽ പോയിന്റ് സംഖ്യകൾ വരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വെസ്റ്റ് 30 ഡിഗ്രിയിൽ സമയം 11 AM ആണെങ്കിൽ, 11 AM ശനിയാഴ്ചയാണെങ്കിൽ ഈസ്റ്റിൽ 135 ഡിഗ്രിയിൽ സമയം എത്രയായിരിക്കും അല്ലെ? അപ്പൊ അതൊരു കുറച്ച് കളികളോടെ നമുക്ക് കളിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഈസി ആയിട്ട് നമ്മൾ പറയും. വളരെ ഈസി ആണ് അതൊക്കെ. സമയനിർണ്ണയത്തിൽ ഒറ്റ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളെ ക്ലാസ്സിൽ, നമ്മളെ പ്രൈവറ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, യെസ്, അടുത്ത പോയിന്റിലേക്ക് പോകും. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുക, 1 മണിക്കൂറിൽ 15 ഡിഗ്രി പ്രദേശം നമ്മുടെ ഇങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സൂര്യൻ അഭിമുഖമായിട്ട് ഫേസ് ചെയ്യും. ഇപ്പൊ സാധാരണ ഒരു ഡിഗ്രി ഇപ്പൊ ഭൂമിയിൽ 1 ഡിഗ്രി 2 ഡിഗ്രി അങ്ങനെ ഓരോ ഡിഗ്രികളും തമ്മിലുള്ള കിലോമീറ്റർ വ്യത്യാസം എനിക്ക് തോന്നുന്നു 111 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും നോക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഡിഗ്രികൾ തമ്മിലുള്ള കിലോമീറ്റർ വ്യത്യാസം. അപ്പൊ നിങ്ങൾ നോക്കുക, 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയി അല്ലേ? ഇപ്പൊ 100 തന്നെ വെച്ച് കൂട്ടുകയാണെങ്കിൽ 1500 കിലോമീറ്റർ 1 മണിക്കൂറിനുള്ളിൽ സൂര്യന് മുന്നിലൂടെ എങ്ങനെ ഫേസ് ചെയ്തു വന്ന് ഒരു 15 ഡിഗ്രി. ഓക്കെ, അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് പെട്ടെന്ന് ഈ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഒന്ന് കാണാം. നോക്കിക്കോളൂ. ഇപ്പോൾ 0 ഡിഗ്രി രേഖാംശമാണെന്ന് വിചാരിക്കും, ഗ്രീനിച്ച് ലൈൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ 15 ഡിഗ്രി ഈസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 30 ഡിഗ്രി ഈസ്റ്റ്, 45 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ്, 75 ഡിഗ്രി ഈസ്റ്റ്, 90 ഡിഗ്രി ഈസ്റ്റ്. അങ്ങനെ പോവാണെങ്കിൽ എവിടേക്കെത്തും? നമ്മുടെ ഈ ഇങ്ങനെ 180 ഡിഗ്രി ഈസ്റ്റ് അല്ലെ? ഇനി അതേപോലെ തന്നെ 15 ഡിഗ്രി വെസ്റ്റ്, 30 ഡിഗ്രി വെസ്റ്റ്, 45 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി വെസ്റ്റ്, 75 ഡിഗ്രി വെസ്റ്റ്, അങ്ങനെ പോകും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സമയനിർണയം.
എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ 15 ഡിഗ്രിയിലും ഇപ്പൊ 15, 30, 45 ഒരു മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. ഈസ്റ്റിൽ കൂടുതലും വെസ്റ്റിൽ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക 0 ഡിഗ്രി ഗ്രീനിച്ചിൽ 12 AM സൺഡേ ആണെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും? ഒരു മണിക്കൂർ കൂട്ടിയാൽ മതി, ഈസി ആണത് അല്ലെ. അപ്പൊ ഒരു AM ഇപ്പോ 15 AM സൺഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴാ സമയം? പകലാണോ ഉച്ച സമയമാണോ രാത്രിയാണോ? രാത്രിയാണ് അല്ലെ. അപ്പൊ 12 AM സൺഡേ ആണെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും? 1 AM സൺഡേ, ദെൻ 2 AM സൺഡേ, 3 AM സൺഡേ, 45 ഡിഗ്രിയിൽ 4 AM സൺഡേ, 75 ഡിഗ്രിയിൽ എത്രയാണ്? 5 AM സൺഡേ, 90 ഡിഗ്രിയിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ഇവിടെ നോക്കുക, 6 AM സൺഡേ ആണ് സമയം. ഓക്കെ, ഇനി നമ്മൾ നേരെ വെസ്റ്റിലേക്ക് പോകണം. വെസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മണിക്കൂർ കുറവാണ്. കാരണം വെസ്റ്റ് ഭാഗത്ത് സമയം കുറവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭൂമിയുടെ ഭ്രമണം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിക്ക് ആയതുകൊണ്ട് വെസ്റ്റ് ഭാഗത്ത് സമയം കുറവും ഈസ്റ്റ് സമയം കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, അങ്ങനെയാകുമ്പോൾ വെസ്റ്റില് 11 PM സാറ്റർഡേ ആണ്. കണ്ടോ, ദിവസം മാറിയത് സമയമായത് കണ്ടോ? AM ഉം PM ഒക്കെ മാറിയത് കണ്ടില്ലേ? അപ്പൊ ഈ AM ഉം PM ഒക്കെ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ചാടി കയറി ഉത്തരം ചെയ്യാൻ പറ്റൂല. കാരണം അവിടെ ഓപ്ഷൻസിൽ എല്ലാം ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ട്രാപ്പ് ചോദ്യങ്ങളാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ട്രാപ്പാണ്. ഓക്കെ, അപ്പൊ അത് ഓടി കയറി ഇത് ചെയ്യരുത്, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ 10 PM എത്രയായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. 30 ഡിഗ്രി വെസ്റ്റിൽ, 45 ഡിഗ്രി വെസ്റ്റിൽ 9 PM, 60 ഡിഗ്രി വെസ്റ്റിൽ 8 PM, 75 ഡിഗ്രി വെസ്റ്റിൽ 7 PM സാറ്റർഡേ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ നിങ്ങൾ ഒരൊറ്റ ചോദ്യമാണ് നാം ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. 2011 സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നോക്കുക. ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 2011 സെൻസസ് അനുസരിച്ചിട്ട് താഴെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചതുരശ്ര കിലോമീറ്റർ 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം. ഇത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പടം കൊടുത്തിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിക്കണം എന്നുള്ളത് SCERT പുസ്തകത്തിലുള്ളത് ആ മാപ്പുകളൊക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പുകളൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കാനുണ്ട്. ആരെങ്കിലും ഇതൊക്കെ ഓർത്ത് വെക്കുമോ? രാജസ്ഥാനിൽ ഇത്ര ആണുള്ളത് ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ ഇത്ര, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കേരളമൊക്കെ നമ്മൾ പഠിച്ചു വെക്കും അല്ലെ. ഇത് ചോദ്യം എങ്ങനെ വന്നത്? എത്രയാണെന്നല്ല ചോദിച്ചത്. 2011 സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള സംസ്ഥാനം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരൊറ്റ മാപ്പ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ എത്ര മാപ്പുകളുണ്ട് ഇന്ത്യയിലെ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ കാർഷിക മേഖല, കാർഷികവുമായി ബന്ധപ്പെട്ട വിളകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്തുണ്ട് നമുക്ക് അവിടെ നോക്കാനുണ്ട്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കത് കോഡൊക്കെ വെച്ചൊക്കെ പഠിച്ചു വെക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. എല്ലാം കൂടിയിട്ടൊന്നും നടക്കില്ല കേട്ടോ. അതും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നോക്കേണ്ടത് ഡേറ്റ ബേസ് ചെയ്തിട്ട് ഓരോ സംസ്ഥാനങ്ങൾ നോക്കുക. രാജസ്ഥാനിൽ ഓരോ ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിലും 200 ആളുകളാണുള്ളത്. പശ്ചിമ ബംഗാളിൽ 1028, ഉത്തർപ്രദേശിൽ 829, മധ്യപ്രദേശിൽ 236. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതെന്താ നമ്മുടെ ചോദ്യം? ചതുരശ്ര കിലോമീറ്ററിന് 2011 സെൻസസ് അനുസരിച്ച് 1000-ൽ കൂടുതൽ. ഇപ്പൊ 1000-ൽ കൂടുതൽ ഏതാ? പശ്ചിമ ബംഗാൾ അല്ലേ. നമ്മുടെ ആൻസർ ഏതാണ്? പശ്ചിമ ബംഗാൾ. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യന്റെ ലെവൽ നിങ്ങളൊന്ന് നോക്കുക. കാണും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ഈസി ചോദ്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം മൈന്യൂട്ടായിട്ട് എത്രത്തോളം ശ്രദ്ധയോട് കൂടി ഇത് പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഡയഗ്രാംസ് നമുക്ക് നോക്കാനുണ്ട്. നമ്മളിതൊക്കെ പഠിക്കും, ഒന്നും നമ്മൾ ഒഴിവാക്കൂല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് താഴെ വീഡിയോയിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ ബാബിലോണിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള അതിനെ തുടർന്നുണ്ടായ ആദ്യം ഉണ്ടായത് ഏതാണ്, അങ്ങനെ രണ്ടാമത്, മൂന്നാമത്, നാലാമത് ഉണ്ടായത് എന്നൊരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ക്ലാസ് കണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ച് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സാർ ഇതിൽ എന്തൊരു തെറ്റുണ്ടല്ലോ, ആദ്യം വരുന്നത് സുമേറിയനാണ്, അക്കേദിയനാണ്, പിന്നെ അസീറിയൻ അല്ല, പിന്നെ ഏതാണ്? ബാബിലോണിയൻ ആണ്, പിന്നെയാണ് എന്നുള്ളത് അസീറിയൻ, കാൽഡിയൻ വരുന്നത് എന്നുള്ളത്. നമ്മളത് മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ തിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾ എവിടെയെങ്കിലും മിസ്റ്റേക്കോ സംശയം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചോദിച്ചോളൂ. അതിലൊന്നൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് പറയുക, നമ്മുടെ ഒരു അപേക്ഷയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അപ്പൊ നമുക്കൊന്ന് കാര്യങ്ങൾ നോക്കണല്ലോ അല്ലെ. യെസ്, നമ്മുടെ ഇന്ത്യ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏരിയ സ്ക്വയർ കിലോമീറ്റർ നോക്കിക്കോളൂ. ഇന്ത്യയുടെ എത്രയാണ്? എത്ര വരുന്നത്?
32,87,240 കറക്റ്റ് ആണെന്നല്ലേ? ഓക്കെ. ഇനി ഡെൻസിറ്റി അത് പ്രധാനപ്പെട്ടാണ്. 382 2011 ഡേറ്റ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുതിയ ഡേറ്റ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വരാനൊക്കെ സാധ്യതകളുണ്ട്. നമുക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് തന്നെ അതിനായിട്ടൊരു വേറെ ക്ലാസ് തന്നെ ഉണ്ട്. അതിനായിട്ടൊരു വേറെ മെറ്റീരിയൽ നമുക്ക് ഇറക്കാനുണ്ട്. നമ്മൾ ഇറക്കും. ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു വേറെ സെപ്പറേറ്റ് മെറ്റീരിയൽ, സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഇറക്കുന്നതാണ്. എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടും. ഓക്കെ, ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്തോളാം. കോഴ്സ് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് ടെലഗ്രാം ചാനലായിരിക്കും, പ്രൈവറ്റ് ആയിട്ടുള്ളത്. അതിലായിരിക്കും ക്ലാസ്സുകളൊക്കെ കിട്ടുക. വീഡിയോയും പ്രൈവറ്റ് ആയിരിക്കും. യെസ്. ഇനി ഓരോ സംസ്ഥാനങ്ങൾ ഇതാ. ഞാനിപ്പോൾ ഇതൊന്നും വായിക്കാൻ നിൽക്കണില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളിത് എന്ത് ചെയ്യുക, പോസ് അടിക്കുക. എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളുക. പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ടെലഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. യെസ്, നോക്കിക്കോളുക. സംസ്ഥാനങ്ങളോടെ ഉണ്ട്, നോക്കിക്കോളുക. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ എത്രയാണ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്? 38,852 നമ്മുടെ കേരളത്തിൻ്റെ സ്ക്വയർ കിലോമീറ്റർ. എത്രയാണ് ഡെൻസിറ്റി പോപ്പുലേഷൻ? 860. അപ്പം ഇനിയൊരു ചോദ്യം പ്രതീക്ഷിക്കാം. 2011 സെൻസസ് പ്രകാരം 500നും 1000നും ഇടയിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, ആകെ ട്രാപ്പിലായി പോകും അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാ കുറഞ്ഞതാന്നൊക്കെ പറയാം. അതിന് കൂടിയതിൻ്റെ എത്രയാണ്, കുറഞ്ഞതിൻ്റെ എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ല? അല്ലെങ്കിൽ ആദ്യത്തെ 3 കൂടുതൽ ഏതാ, അല്ലെങ്കിൽ ആദ്യത്തെ കുറഞ്ഞ 3 ഏതൊക്കെയാണ്, അതിൻ്റെതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ രീതിയിലൊരു ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലെവലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ചോദ്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള റിയാലിറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഉടായ്പ പരിപാടികളൊന്നും നടക്കില്ല. നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, യെസ് യെസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റുകൾ, അതിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ കുറച്ച് കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏതാണ്? കാരണം ഇനി ഇതിനൊക്കെ നമുക്ക് PPT സെപ്പറേറ്റ് ഉണ്ടാക്കണം. PPT വെച്ചിട്ട് ഓരോ അർദ്ധഗോളങ്ങൾ, നോർത്ത് ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിൽ മാറുമ്പോൾ കാലങ്ങൾ എങ്ങനെയാണ് മാറി വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ആ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒക്കെ പാടെ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏതാണ്? നിങ്ങൾ നോക്കുക, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. യെസ്, ഏതാണ്? സെപ്റ്റംബർ 23 ഡിസംബർ 22 വരെ. ഇത് കുറച്ച് നോക്കുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ ഇത് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്, 10ാം ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നത്, സ്കൂളുകളിൽ ക്ലാസ് എടുത്ത ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരൊറ്റ ടേബിൾ മതി, ഈ ഒരൊറ്റ ചിത്രം മതി. ഇവിടുന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ ഇവിടെ 4 മാസങ്ങളെ വരിക. ഏതൊക്കെയാണ്? 1 മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. ആദ്യം മാർച്ച്. അപ്പോൾ ഇത് പഠിച്ചു വെക്കാൻ ഒരു കോഡ് ഉണ്ട്, MARJUSD. ഇവിടുന്ന് തുടങ്ങുക കേട്ടോ, താഴ്ന്നാണ്. MARJUSD. മാർ എന്ന് പറഞ്ഞാൽ മാർച്ച്, ജൂ എന്ന് പറഞ്ഞാൽ ജൂൺ, എസ് സെപ്റ്റംബർ, ഡി ഡിസംബർ. ഇപ്പൊ ഏകദേശം ചിലപ്പോൾ മാർച്ച് കഴിഞ്ഞിട്ട് ജൂണിലേക്ക്, നിങ്ങൾ മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ ഓരോ 3 മാസത്തെ ഗ്യാപ്പ് ഇവിടെ വരും. മാർച്ചിൽ നിന്ന് ജൂണിലേക്ക് 3 മാസം, ജൂണിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് 3, സെപ്റ്റംബറിൽ നിന്ന് ഡിസംബറിലേക്ക് 3, ഡിസംബറിൽ നിന്ന് മാർച്ചിലേക്ക് 3. അങ്ങനെ 12 മാസങ്ങൾ അവിടെ വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട് അല്ലേ, ഒരു സർക്കിൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഈ സർക്കിളിന് പുറത്തുള്ള ഭാഗം, ഈ വട്ടത്തിന് പുറത്തുള്ള ഭാഗം ഇപ്പോൾ കണ്ടോ, അവിടെ വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. ഇതിനെ ഉത്തരാർദ്ധഗോളമായിട്ട് സങ്കല്പിക്കാം. ഈ വൃത്തത്തിന് ഉള്ളിലുള്ളതിനെ ദക്ഷിണാർദ്ധഗോളമായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുളങ്കര കളിക്കുന്ന പോലെ. ഇതിൽ കുള ഏതാ? ഇതിൻ്റെ ഉൾഭാഗം. കുളത്തിലുള്ളത് ഇപ്പോൾ ഹേമന്തം, ശൈത്യം, വസന്തം, ഗ്രീഷ്മം അല്ലേ? അതേപോലെ കരയിലുള്ളത് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാസങ്ങൾ പഠിക്കാൻ MARJUSD. നിങ്ങൾ നോക്കിക്കോളൂ, MARJUSD. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എത്രയാണ്? മാർച്ച് 21, 21, 23, 22 അല്ല, ഇങ്ങനെ കൊടുത്താലും മതി. ജൂൺ 21, മാർച്ച് 21, 22, 23. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മാർച്ച് 21, ജൂൺ 21,
പിന്നെ സെപ്റ്റംബർ 23 കേട്ടോ, ഡിസംബർ 22. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് ജൂൺ വെച്ച് നോക്കുമ്പോൾ 21, 22, 23 അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ചിത്രം വരച്ചു വെച്ച് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റൂലേ? നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏതാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഈ വൃത്തത്തിന്റെ ഉൾഭാഗമാണ് ദക്ഷിണാർദ്ധഗോളം, പുറംഭാഗം ഏതാണ്? ഉത്തരാർദ്ധഗോളം, നോർത്ത് ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുക, ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞ ഉള്ളിൽ നോക്കുക. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം ഏതാണ്? അവിടെ എത്തിയിട്ടുണ്ട് അല്ലെ? ഈ വസന്തകാലം അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങൾക്കിടയിലാണ്? ഇതാ സെപ്റ്റംബർ 23-നും ഡിസംബർ 22-നും ഇടയിൽ. ഈ ഒരു ചിത്രം നിങ്ങൾ വരച്ചു നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു നോക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കുക, നമുക്കറിയാം മാർച്ച് 21-നും സെപ്റ്റംബർ 23-ന്റെയും പ്രത്യേകത എന്താണ്? ഭൂമധ്യരേഖ ഇക്വേറ്ററിന് നേർമുകളിലായിരിക്കും സൂര്യന്റെ സ്ഥാനം. ജൂൺ 21-ന് എന്നായിരിക്കും? ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിരിക്കും. ഡിസംബർ 22-ന് എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെയായിരിക്കും സൂര്യന്റെ സ്ഥാനം. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് ഈ സമയങ്ങളായിരിക്കും. അപ്പോൾ മാർച്ച് 21-നും സെപ്റ്റംബർ 21-നും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ? 23-നും ഇക്വേറ്ററിന് മുകളിലാണ് സൂര്യന്റെ സ്ഥാനം. അന്ന് വിഷുവമായിരിക്കും. വിഷുവല്ല, വിഷുവം അല്ലെ? ഇപ്പോ ജോഗ്രഫിയിൽ വിഷുവം എന്താണെന്നൊക്കെ എഴുതാൻ പറഞ്ഞ സമയത്തൊക്കെ കുട്ടികളൊക്കെ വിഷുവിനെ കുറിച്ചൊക്കെ ജോഗ്രഫിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അല്ലെ? ആ വിഷു അല്ല ഇവിടെ, ഇത് ഏതാണ്? വിഷുവം, ജോഗ്രഫിയിലെ വിഷുവം. വിഷുവം എന്ന് പറഞ്ഞാൽ ഇക്വിനോസിസ്. അങ്ങനെ പറഞ്ഞാൽ രാത്രിയും പകലിന്റെയും സമയം ഒരുപോലെ ആയിരിക്കും. അതായത് മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും രാത്രി 12 മണിക്കൂർ, പകല് 12 മണിക്കൂർ നമുക്ക് അനുഭവപ്പെടും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ജൂൺ 21, അതുപോലെ തന്നെ ഡിസംബർ 23. ഇപ്പൊ നമ്മുടെ ഡിസംബർ 22, ഡിസംബർ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ജനുവരിയിലേക്ക് എത്തി. എന്താ പ്രത്യേകത? ഡിസംബർ മാസങ്ങളിൽ, ഡിസംബർ ജനുവരിയിലൊക്കെ സൂര്യന്റെ സ്ഥാനം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഏതാണ്? ദക്ഷിണായന രേഖ. അപ്പോ അവിടെ സൂര്യന്റെ സ്ഥാനം, ഇന്ത്യ എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇന്ത്യയിലെ നമ്മുടെ കേരളം ഭൂമധ്യരേഖ അടുത്തായതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ മാറ്റങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പൊ എന്തായിരിക്കും? രാത്രിയുടെ അളവൊക്കെ കൂടുതലായിരിക്കും, പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും അല്ലെ? കാരണം അവിടെ എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും സൂര്യന്റെ സ്ഥാനം, ഡിസംബറിൽ ആ ഭാഗങ്ങളിലൊക്കെ. അതുപോലെ ജൂൺ 21-ന് എന്തായിരിക്കും? ജൂൺ മാസങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക, നമ്മുടെ നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കേരളത്തിൽ നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല ഈ കാലങ്ങളൊക്കെ. കേരളത്തിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഭൂമധ്യരേഖ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് കേരളത്തിലെ പോയി ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അത് എന്തുകൊണ്ടാണ്? സൂര്യന്റെ സ്ഥാനം എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഒരുപാട് താഴെയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ സൂര്യപ്രകാശം വല്ലാതെ ലഭിക്കുന്നുണ്ടായിരിക്കില്ല, അതിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്തൊക്കെ നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. യെസ്, ഓക്കെ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ടോപ്പിക്കിന്റെ അണ്ടറിൽ. അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതിക്കൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗ്രീഷ്മകാലം ദക്ഷിണാർദ്ധഗോളത്തിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഏതാണ്? ഡിസംബർ 22-നും മാർച്ച് 21-നും ഇടയിലാണ് ഗ്രീഷ്മകാലം അല്ലെ? എന്നാ ചോദ്യം, ഉത്തരാർദ്ധഗോളം. ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കണം? പുറത്ത് നോക്കണം അല്ലെ? ഇതിന്റെ പുറത്ത് ഭാഗത്ത് നിങ്ങൾ നോക്കപ്പോൾ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? അതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങളാണ്? അല്ലെങ്കിൽ ഇങ്ങനെ പ്രദേശിക്കാം, മാർച്ച് 21-നും ജൂൺ 21-നും ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണ്? അല്ലെങ്കിൽ മാർച്ച് 21-നും ജൂൺ 21-നും ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ ആണല്ലേ? അതേപോലെ തന്നെ ഗ്രീഷ്മ അയനാന്ത ദിനം, ശൈത്യ അയനാന്ത ദിനം എങ്ങനെയാണ് അത് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം അനുഭവപ്പെടുന്നത് എന്നാണ്? ജൂൺ 21-നാണ്. എന്തുകൊണ്ടാണ്? ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ സ്ഥാനം ജൂൺ 21-ന് ഉത്തരായനരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? നമ്മുടെ ശൈത്യ അയനാന്ത ദിനം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടേബിൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 84. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നാണ് ചോദ്യം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലെ ചോദിച്ചുള്ള ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി 2ാം ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഏതാണ്? സോജില. ഏത് ചുരമാണ്? സോജില ചുരം. അപ്പോ ഇത് നിങ്ങൾ നോക്കുക, ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ്, ലിപ്പു ലേക്ക് ചുരം. ഷിപ്കീല ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സോജില ശ്രീനഗർ കാർഗിൽ, നാദുല സിക്കിം ടിബറ്റ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു?
ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യമാണ്, SCERT 10ാം ക്ലാസ്സിലെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളുക, ഇതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കും, ഇത് എങ്ങനെയാണ് പഠിച്ചു വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആളുകൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളുക. യെസ്, 85ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നത് റാബി വിള ഏതാണ്, അല്ലേ? ഒക്കെ ടെക്സ്റ്റ് ബുക്കാണ്, എല്ലാം ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യങ്ങളാണ്. എല്ലാം ഞാൻ പറയണില്ല, ഭൂരിഭാഗം ചോദ്യങ്ങൾ കേട്ടോ. ഒരു പറഞ്ഞപ്പോൾ ഒരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് റാബി വിള ഏതാണ്? ഇതൊക്കെ പഠിച്ചു വെക്കാൻ കോഡ് ഉണ്ട് കേട്ടോ. ഇപ്പൊ എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന റാബി വിള ഏതാണ്? കടുകാണ്. അപ്പൊ എങ്ങനെയാണ് അത് കിട്ടുക? ടെക്സ്റ്റ് ബുക്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? ആകെ കൺഫ്യൂഷൻ അടിക്കും. നിങ്ങൾ നോക്കുക, ഖാരിഫ് വിള, വിളയിറക്കൽ ജൂൺ മാസത്തിന്റെ ആരംഭം മുതൽ വിളവെടുക്കുന്ന കാലം നവംബർ ആദ്യവാരം, മൺസൂണിന്റെ അവസാനത്തിലാണ്. പ്രധാന വിളകൾ ഇവയൊക്കെയാണ്. കണ്ടോ, നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല. റാബി ശൈത്യം, നവംബർ മധ്യം, ശൈത്യകാല ആരംഭം, മാർച്ച് വേനലിന്റെ ആരംഭത്തിലാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ സെയ്ദ്, കാർഷിക കാലങ്ങളിലൊന്നായിട്ടുള്ള സെയ്ദ്, മാർച്ച് വേനലിന്റെ ആരംഭം, ജൂൺ മാസത്തിന്റെ ആരംഭം. ഏതൊക്കെയാണ് പ്രധാന വിളകൾ? ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. അപ്പൊ ഇനി ഇത് പഠിച്ചു വെക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകൾ എങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും? ഖാരിഫ് വിള പഠിച്ചു വെക്കാനുള്ള കോഡാണ് പനിച്ച എനക്ക് സോയ മതി. ഇത് നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് എൻ്റെ കോഡൊന്നുമല്ല, ഇത് വേറെ കോഡാണ്, വേറെ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, പുസ്തകത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിച്ചു വെക്കാൻ വളരെ ഈസിയാണ്. ഖാരിഫ് വിളകൾ. ഇപ്പോൾ ഖാരിഫിനെ നമുക്ക് ആരിഫ് എന്ന് കണക്ട് ആക്കാം. ആരിഫ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ ആരിഫിന് പനിച്ച ആരിഫിനോട് ചോദിക്കണം, ആരിഫ് എനക്ക് എന്താ വേണ്ട ചോദിക്കണം. അപ്പോൾ ആരിഫ് പറഞ്ഞു, ഞാൻ അപ്പോൾ പനിച്ച കിടക്കുകയാണ്, പനിച്ച എനക്ക്, കണ്ണൂരുകാരനതുകൊണ്ട് എനക്ക് എന്നൊക്കെ അല്ലേ പറയാം, എനക്ക് സോയ മതി, പനിച്ച എനക്ക് സോയ മതി എന്ന് പറയണം, അല്ലേ? നമ്മൾ വാർത്തയിലൊക്കെ ചർച്ചകളിലൊക്കെ എനക്ക് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കുക, പനിച്ച എനക്ക് സോയ മതി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. പനിച്ച ആരാണ്? പരുത്തി, നിലക്കടല, ചോളം, എള്ള്, നെല്ല്, കരിമ്പ്, കരിമ്പാണ്. ദെൻ സോയാബീൻ, മഞ്ഞൾ, തിനവിളകൾ. എങ്ങനെയുണ്ട്? ഇത് ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും. ബജ്റ, റാഗി, ജോവർ, ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ ഈ ബജ്റ, റാഗി, ജോവർ ഒക്കെ എവിടെയാണ്? ഖാരിഫ് വിളയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആരിഫ് പറയാണ് എന്ത്? ആരിഫ് പറയാണ് പനിച്ചടക്കാണ്. അപ്പൊ പനിച്ച എനക്ക് എന്ത് മതി? സോയ മതി എന്ന് നമ്മുടെ ആരിഫ് പറയണം. അപ്പൊ ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി റാബി വിളയാണോ, ഇപ്പൊ റാബിന്റെ കോഡാണെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ ഏത് പനിച്ച എനക്ക് സോയ മതി എന്നുള്ളത് റാബി വിള ആയാൽ പോയില്ലേ, ആകെ പ്രശ്നമാവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ആരിഫ് പനിച്ച കിടക്കാണ്, പനിച്ച ആരിഫിന് എന്ത് മതി? ആരിഫ് പറയണേ എനക്ക് സോയ മതി, പനിച്ച എനക്ക് സോയ മതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മുടെ ബജ്റ, റാഗി, ജോവറൊക്കെ ഖാരിഫ് വിളയാണ്. അപ്പൊ ഇത് കോഡ് കുറച്ചും കൂടി ഒന്നുകൂടി വലുതാക്കി പറയുകയാണെങ്കിൽ വേറൊരു കോഡ് കൂടി ഉണ്ട്. പനിച്ച എനക്ക് എന്ത് മതി? ചോറും ബജ്ജിയും സോസും മതി അറിയണം. ഓക്കെ, പനിച്ച കിടക്കാണ്, എന്നാൽ എന്ത് വേണം? ചോറും ബജ്ജിയും വേണം, സോസും വേണം, അല്ലേ? അപ്പൊ പനിച്ച എനക്ക് ചോറും ബജ്ജിയും സോസും മതി എന്ന് പറയണം. അപ്പൊ ഇവിടെ ഇനി കൂടുതലായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടല്ലോ. ചോറും എന്നുള്ളത് ഏതാണ്? റാഗി. ദെൻ ബജ്റ ഏതാണ്? ബജ്ജി, ജോവർ. അതേപോലെ തന്നെ സൂര്യകാന്തി. ദെൻ ഇത്ര കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഖാരിഫ് വിളയിൽ. ഖാരിഫിന്റെ വിളയിറക്കൽ കാലം എപ്പോഴാണ്? ജൂൺ മാസത്തിന്റെ ആരംഭം അല്ലെങ്കിൽ നവംബർ ആദ്യവാരം, മൺസൂണിന്റെ അവസാനത്തിലൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി റാബി വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നവംബർ, മാർച്ച് മാസങ്ങളിൽ ഗോപബാലിക പുകവലിക്കും. അപ്പൊ ഇതിന്റെ കോഡാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് റാബി വിള ഏതൊക്കെയാണ്? നവംബർ, മാർച്ച് മാസങ്ങളിൽ ഗോപബാലിക പുകവലിക്കും. ഏതൊക്കെ മാസങ്ങളിലാണ്? നവംബറിലും മാർച്ചിലും ആണ് കേട്ടോ. നവംബർ, മാർച്ച് മാസങ്ങളിൽ ഗോപബാലിക പുകവലിക്കും എന്നുള്ളതാണ് ഇത് റാബി വിളകൾ ഏതെല്ലാം എന്ന് പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഗോപബാലിക, പുക എന്ന് ഓർത്ത് വെക്കുക. ഈസി അല്ലേ? യെസ്. നിങ്ങൾ നോക്കുക, ഏതാണ്? ഗോതമ്പ്, ഗോപ, പയർ, ബാലിക, ബാർലി, കടുക്, ദെൻ പുകയില,
അല്ലെ? ഇത്രയാണ് നമ്മുടെ റാബി വിളകൾ. ഇതന്നെയല്ലായിരുന്നു നമ്മുടെ ചോദ്യം അല്ലെ? റാബി വിള ഏതാണെന്ന് ചോദിച്ചത്, കടുകൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിളയിറക്കൽ കാലം ഏതാണ്? നവംബർ മധ്യം, ശൈത്യകാല ആരംഭം, മാർച്ച് വേനലിന്റെ ആരംഭം. ഇനി സെയ്ദ് വിളകൾ, പഴം, പച്ചക്കറി, തണ്ണിമത്തനൊക്കെയാണ് ഇത് സെയ്ദ് വിളകൾ. മാർച്ച് വേനലിന്റെ ആരംഭത്തിൽ തുടങ്ങി ജൂൺ മാസത്തിന്റെ ആരംഭം. അപ്പൊ നിങ്ങൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിളയിറക്കൽ കാലം വിളയെടുപ്പ് കാലം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിങ്ങനെ തുടങ്ങി അവസപ്പോ ആദ്യം ഖാരിഫാണ്, ഖാരിഫ് തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ അവസാനിക്കുന്നു, അവിടുന്ന് തന്നെ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യുക, റാബി തുടങ്ങുന്നത്. പിന്നെ റാബിയുടെ അവസാനം നോക്കുക, അവിടുന്ന് ആയിരിക്കും സെയ്ദ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ടേബിൾ നിങ്ങളൊന്ന് നോക്കുക. യെസ്, 86ാമത്തെ ചോദ്യം, നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇതാ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം. നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇത് ഒരുപാട് ആളുകൾക്ക് ശരിയായിട്ടുണ്ടായിരിക്കും. ഏതാണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അപ്പൊ ഇവിടെയുള്ള പ്രത്യേകതകൾ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്കൊരു ജസ്റ്റ് ഹിന്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അനുഭവപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും അത് എങ്ങനെയാണ് അതിന് വ്യതിചലനം ഉണ്ടായിക്കൊണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് വ്യതിചലനം ഉണ്ടായിട്ട് അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ മറികടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് മാറുമ്പോൾ ഇന്റർ ട്രോപ്പിക്കൽ സോണിലും അവിടെ സംഭവിക്കുന്നു. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള കാറ്റുകൾ ദിശ മാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. ഈ ഒരു പ്രഷർ ബെൽറ്റിന് അടുത്തായിട്ടാണ് നമ്മൾ കേരളമൊക്കെ നിൽക്കുന്നത് അല്ലെ? സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം കൂടുതലുള്ള ഭാഗത്ത് എന്തായിരിക്കും? ന്യൂനമർദ്ദം, ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശം കൂടുതലുള്ള ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കും. യെസ്, ഇനി അടുത്തത് മധ്യരേഖയ്ക്ക് തെക്ക് 5 മുതൽ വടക്ക് 5 വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നതുകൊണ്ടാണ് ഇവിടെ കാറ്റുകൾക്ക് തീരെ ദുർബലമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് അവിടെ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, ലോ പ്രഷർ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി എന്തുകൊണ്ടാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും. അത് ഏതൊക്കെ ഡിഗ്രികളിലാണെന്നുള്ളതും ഇതൊക്കെ നമുക്കതിന്റെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ വെച്ച് തന്നെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ 0 ഡിഗ്രിയിൽ അനുഭവപ്പെടുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നും അറിയപ്പെടുന്നു, ഡോൾഡ്രം എന്നും അറിയപ്പെടുന്നു. പണ്ട് പായ്ക്കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു അത്, ഈ ഡോൾഡ്രം. നമ്മുടെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന്റെ ഒക്കെ ഭാഗം എടുത്തായിട്ട് വരുന്ന 0 ഡിഗ്രി ഏതാണ്? 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ അവിടെ കാറ്റുകൾ കുറവാണ്. ഇരു അർദ്ധഗോളങ്ങളിലും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അതിന്റെ മലയാളം നോക്കൂ, ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. അതായിരുന്നു നമ്മുടെ ചോദ്യം. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുക, ഒരു കാലത്തിൽ ഇറങ്ങിയുള്ള ചോദ്യമായിരുന്നു. ഭൂഭ്രമണത്തിന്റെ വേഗത ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണെന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എത്രയാണ്? ഏകദേശം 28 km/s. നിങ്ങൾ നോക്കുക, ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന പരിക്രമണം എന്ന് പറയുന്നത് ശരാശരി വേഗം എത്രയാണ്? 1,07,226 km/h ആണ്, അല്ലെങ്കിൽ 29.78 km/s ആണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന പരിക്രമണം കേട്ടോ, ഇത് ഭ്രമണമായിരുന്നു. ഇനി ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 ഡിഗ്രിയിൽ എത്രയാണ് വേഗത? കാരണം ഓരോന്നിലും മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ 15 ഡിഗ്രിയിൽ, 30 ഡിഗ്രിയിൽ. അപ്പൊ നിങ്ങൾ നോക്കുക, ഓരോ 0 ഡിഗ്രിയിൽ നിന്ന് അങ്ങനെ മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ സ്പീഡ് കുറഞ്ഞു വരും, റൊട്ടേഷന്റെ സ്പീഡ് കുറഞ്ഞു വരും. 90 ഡിഗ്രി ആകുമ്പോഴേക്കും 0 ആയിരിക്കും നോർത്ത് പോളിൽ. ഓക്കെ, ജീവമണ്ഡലമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി. അപ്പൊ ഇനി ഭൂമിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് ഞാൻ ഷെയർ ചെയ്ത് തരും, നമുക്കാണെങ്കിൽ ഒരുപാട് സമയമാവും. ഓക്കെ, അപ്പൊ ഏറ്റവും വലുത് ഭൂമിയാണ്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇതൊക്കെ പോസ് അടിച്ചിട്ട് നോട്ട് എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ എഴുതിയെടുത്തോളുക. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ആ ടൈമിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ,
കുറച്ച് പോയിന്റ് ആണ്. ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം അൽ അസീസിയാസ് ലിബിയയിലെ. ഭൂമിയിലെ ഏറ്റവും ചൂട് കുറഞ്ഞ പ്രദേശം ബോസ്റ്റോക്ക് സ്റ്റേഷൻ അന്റാർട്ടിക്ക. ഓക്കെ, ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കുക, നമ്മളിത് വിശദീകരിക്കും. വാൻ അലൻ ബെൽറ്റ്, ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണിത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ അടക്കമുള്ള ഹാനികരമായ വികിരണങ്ങളെ ഇവ തടഞ്ഞു നിർത്തുന്നു. സൗരവാതങ്ങൾ കുരുങ്ങി നിൽക്കുന്നതിനാൽ ഇത് അപകടകരമായ മേഖലയാണ്. ഇതൊക്കെ പഠിച്ചു നോക്കുക. വാൻ അലൻ ബെൽറ്റ് എന്നാണ് ഇതൊക്കെ അറിയപ്പെടുക. 88ാമത്തെ ചോദ്യം, ഒരു ജൈവിക അവസാദശിലക്ക് ഉദാഹരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചോദ്യത്തിന്റെ ലെവല്. നമ്മൾ അവസാദശില, കായാന്തരിത ശില എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? അവസാദശിലകളുണ്ട്, കായാന്തരിത ശിലകളുണ്ട്, പിന്നെ ഏതാണ്? പിന്നെ ഒരു ശില കൂടെ ഉണ്ടല്ലോ, നമുക്കത് നോക്കാം. എന്നാൽ ഈ ചോദ്യം നിങ്ങൾ നോക്കുക. അപക്ഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ശിലകൾക്ക് ഉണ്ടാകുന്ന കുറെ കാലം കഴിയുമ്പോൾ ശിലകൾ പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അപക്ഷയ പ്രക്രിയയിലേക്ക് എത്തുന്നു. അങ്ങനെ അപക്ഷയം ജൈവികമായിട്ടുണ്ട്, ബയോളജിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, രാസികമുണ്ട്, അതേപോലെ തന്നെ ഏതാണ്? ഫിസിക്കൽ, ഭൗതികമായിട്ടുള്ള മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്താണ് ചോദ്യം. ഇത് ഒന്ന് ശില, അവസാദ ശില, ഈ ജൈവിക അവസാദ ശിലക്കുള്ള ഉദാഹരണം. ഇത് നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുമോ? നമുക്കിത് കിട്ടുമോ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ആഴത്തിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. എന്താണ് ജൈവിക അവസാദം, ജൈവികമായിട്ടുള്ള അവശയം എന്താണ്? അപ്പൊ ജൈവിക അവസാദ ശിലക്കുള്ള ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം അല്ലെ. ഇതൊക്കെ അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ഏതാണ്? ഡയറ്റോമൈറ്റ് ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ശിലകളൊക്കെ നോക്കുക. ഏതാണ്? ഒന്ന് ആഗ്നേയശില, അവസാദ ശില, കായാന്തരിത ശിലകൾ, ഇഗ്നിയസ് റോക്ക്. എന്താണ് ആഗ്നേയശിലകൾ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്നുരുകുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ഇത് ആഗ്നേയശില. അവിടെ ഉദാഹരണമുണ്ട് ഗ്രാനൈറ്റ്, ബസാൾട്ട് അല്ലേ. അപ്പോൾ അവസാദ ശില നിങ്ങൾ നോക്കുക. കാലാന്തരത്തിൽ ശിലകൾ എന്ത് ചെയ്യും? പിന്നെ സംഭവിക്കുകയാണ്, ശിലകളൊക്കെ പൊടിയാൻ തുടങ്ങും. അങ്ങനെ ആഗ്നേയശിലയാണ്. അതിനുശേഷമാണ് പിന്നെ ഈ ആഗ്നേയശിലകളാണ് പിന്നെ അവസാദ ശിലയിലേക്ക് എത്തുന്നത് കേട്ടോ. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഓപ്ഷനിലില്ല. കായാന്തരിത ശിലക്ക് എന്താ സംഭവിക്കുന്നത്? ഉയർന്ന മർദ്ദം മൂലം, താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. മാർബിൾ, സ്ലൈറ്റ്. അതിലും താഴത്ത് കുറച്ച് പോയിന്റ് കൊടുത്ത് വായിച്ചു നോക്കുക. ആഗ്നേയശില, മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾ രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിന് ഇതിനെ ആഗ്നേയശിലകളെന്നും അല്ലെങ്കിൽ പ്രാഥമിക ശിലകളെന്നും ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. പാളികളായി രൂപപ്പെടുന്നതുകൊണ്ട് അവസാദ ശിലകൾ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നു. ഒക്കെ പ്രതീക്ഷിക്കാട്ടോ, സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അടുക്ക് ശിലകളായിട്ട് അറിയപ്പെടുന്നത് ഇതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ട് കൊടുക്കും. കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പഠിച്ചു പോകുക. കായാന്തരിതം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ അവസാദ ശില എവിടെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്താണ്, ആഗ്നേയശിലകൾ എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി ഇത് അപക്ഷയം കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ജൈവിക അപക്ഷയം, ജൈവിക അവസാദ ശിലക്കുള്ള ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു നമ്മൾ +1 +2 ജോഗ്രഫിയിലൊക്കെ ഇതിന്റെ ആൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, NCERT പുസ്തകങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക എന്താണ് ഭൗതിക അപക്ഷയം, രാശിക അപക്ഷയം എന്താണ് ജൈവിക അപക്ഷയം എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമല്ല, അതുകൊണ്ടാണ്. അപ്പം കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം. ജൈവിക അവസാദ ശിലക്കുള്ള ഉദാഹരണങ്ങൾ നോക്കുക. ബയോളജിക്കൽ സെഡിമെന്ററി റോക്സ് ഏതാണ്? ലൈം സ്റ്റോൺ, കോൾ, ചോക്ക്. ഇതൊക്കെ എന്താണെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. മാത്രമല്ല പിന്നെ ഏതൊക്കെയുണ്ട് ജൈവിക അവസാദ ശിലകൾ? കണ്ടോളൂ. ഏതാണ്? കോക്കിന, ഓയിൽ ഷെൽ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ, ഡയറ്റോമൈറ്റ്. കണ്ടില്ലേ എത്രത്തോളം സംഭവം ഇവിടെ കിടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് വായിച്ചു നോക്കുക. ഇനി നമുക്ക് കുറച്ച് നോക്കാം. ഭൗതിക അവസാദ ശിലകൾക്കുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ശിലാസ്, ബ്രക്രിയ, ശിലാസന്ധി, സാൻഡ്സ്റ്റോൺ, ശിലാമൺ, ഷെയിൽ, സിൽസ്റ്റോൺ, മണ്ണുറമ്പ് പാറകൾ, മഡ്സ്റ്റോൺ, അലുവിയൽ പാറകൾ, അലുവിയൽ റോക്ക്. പഠിച്ചു വെച്ചോളുക. ഇതൊക്കെ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെ പഠിക്കും? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക എത്ര വൈഡായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രാസിക അവസാദ ശിലകൾക്കുള്ള ഉദാഹരണങ്ങൾ: സെഡിമെന്ററി റോക്സ്, കെമിക്കൽ സെഡിമെന്ററി റോക്സ്, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്, ദെൻ റോക്ക് സോൾട്ട്, ജിപ്സം, ചോട്ട്, ടാവൽറ്റൈൻ, ഫ്ലിന്റ്. ഭൗതിക ആഗ്നേയശിലകൾക്കുള്ള ഉദാഹരണങ്ങൾ: ഫിസിക്കൽ ഇഗ്നിയസ് റോക്ക്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഒബ്സിഡിയൻ, പെരുമൽപ്പാറ, പ്യൂമൈസ്, ഗാബ്രോ, ആൻഡസൈറ്റ്. ഓക്കെ ആണതല്ലേ? പഠിച്ചു നോക്കണം. ഇത് കെമിസ്ട്രി ക്ലാസ് അല്ല കേട്ടോ, ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ് അല്ല, സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആണ്. ആ ചോദ്യങ്ങൾ നോക്കുക അല്ലെ.
പിന്നെ ഭൗതിക കായാന്തരിത ശിലകൾക്കുള്ള ഉദാഹരണം ഫിസിക്കൽ മെറ്റമോർഫിക് റോക്ക് ഏതൊക്കെയാണ്? ഷിസ്റ്റ് അല്ലെ, ഷിസ്റ്റ്, ഫൈലിറ്റ്, സ്ലേറ്റ്, കോട്സൈറ്റ്, ഹോൺഫെൽസ്. സംഭവം കൊള്ളാം. അപ്പൊ ഇതൊക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പക്ഷെ നമുക്ക് ഇത് എങ്ങനെയാലും പഠിച്ചു വെക്കണം അല്ലെ. പഠിക്കും നമ്മള്, ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. രാസിക കായാന്തരിത ശിലകൾക്കുള്ള ഉദാഹരണം ഏതൊക്കെയാണ്? മാർബിൾ, കോട്സൈറ്റ്, സിലിമാനേറ്റ് ശിലകൾ, ഗ്രാനുലൈറ്റ്. നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, ഇതെല്ലാം പഠിച്ചു വെക്കാനും നിവർത്തിയില്ലല്ലോ. എന്തൊക്കെ പഠിക്കണം? സോഷ്യൽ പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം അല്ലെ. സോഷ്യൽ സയൻസുകാർക്ക് എല്ലാ വിഷയവും പഠിക്കണം, കണക്കും എല്ലാം പഠിക്കണം, മാത്സും ഇല്ലാതെ ഒരു കളിയില്ലല്ലോ. ഇപ്പൊ സമയ നിർണ്ണയം കണ്ടില്ല, അത് കുറച്ച് കോംപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കണക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ട്, ഗുണിക്കാനും വരിക്കാനൊക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ജൈവിക കായാന്തരിത ശിലകൾ ഏതൊക്കെയാണ്? ഉദാഹരണം ഏതൊക്കെയാണ്? സ്ലേറ്റ്, മാർബിൾ, സ്കോറിയ. 89ാമത്തെ ചോദ്യം, തിരമാലകളുടെ രൂപത്തിൽ മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ്. അടുത്തൊരു ചോദ്യം, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാട്ടതൊക്കെ. ഏതാണ് തിരമാലകളുടെ രൂപത്തിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപമാണത്? റിപ്പിൾസ്. ഏതാണ്? റിപ്പിൾസ്. നോക്കിക്കൂടാ, മണൽ പ്രതലങ്ങളിൽ ചെറിയ അലകളുടെ പാറ്റേണുകളാണ് ഈ റിപ്പിൾസ് എന്ന് പറയുന്നത്, സാൻഡ് റിപ്പിൾസ്. അപ്പോൾ മണൽ അലകൾ എന്ന് പറയുന്നത് സാൻഡ് റിപ്പിൾ ആണ്. സാൻഡ് റിപ്പിൾ ഏതൊക്കെയാണ്? ഒന്ന് കാറ്റ് അല്ലെങ്കിൽ ജലപ്രവാഹങ്ങൾ വഴി രൂപം കൊള്ളുന്നു. അവശിഷ്ട ഗതാഗതത്തിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഈ സാൻഡ് റിപ്പിൾസ് ഉപയോഗിക്കുന്നു. അതിന്റെ തരങ്ങൾ ഡൺ റിപ്പിൾസ്, വലുതും രേഖീയവുമായിരിക്കും. ബീച്ച് റിപ്പിൾസ്, ചെറുത് ക്രമരഹിതം. സാൻഡ് വേവ് റിപ്പിൾസ്, വെള്ളത്തിനടിയിലുള്ളതാണ് ഇത് ഈ റിപ്പിൾസ്. അതിന്റെ രൂപീകരണം കാറ്റ് വഴിയുള്ള മണൽ ഗതാഗതം ഈ റിപ്പിൾസ് സൃഷ്ടിക്കുന്നു. വെള്ളം, തിരമാലക, വൈദ്യുതി പ്രവാഹങ്ങൾ, അവിടെയാണ് നമ്മുടെ ആ ഒരു റിപ്പിൾസ് വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. സമമിതി എന്ന് പറഞ്ഞാൽ സിമെട്രി, അസമമിതി അസിമെട്രിക്. ഓക്കെ, തരംഗദൈർഘ്യം, ഉയരം, വ്യാപ്തി, അതിന്റെ സ്വഭാവ ഗുണങ്ങൾ ഒക്കെ നമ്മൾ വിശദീകരിക്കാം. ഈ കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് എവിടെയാണുള്ളത്? മരുഭൂമിയിലാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ശക്തമായ കാറ്റിനോടൊപ്പം മരുഭൂമിയിലെ മണൽത്തരികൾ ഇളകിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിലെ യെസ് ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനമാണ് എന്ത്? ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന മണൽത്തരികളും മറ്റും ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനമാണ് അപഘർഷണം. ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതന്നെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് പഠിച്ചെടുക്കാം എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ മരുഭൂമിയിൽ പൊതുവെ കൂൺ രൂപത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് ഇത് കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഒക്കെ ഇവിടെ കാറ്റിന്റെ അപഘർഷണം, അബ്രാഷൻ പരമായിട്ടാണ് ഉണ്ടാകുന്നത്, ഡിഫ്ലേഷൻ പരമായിട്ട് ഉണ്ടാകുന്നു. കാറ്റിന്റെ നിക്ഷേപണ ഫലമായാണ് മരുഭൂമികൾ മണൽക്കൂനകൾ രൂപം കൊള്ളുന്നത്. പൊതുവെ ചന്ദ്രക്കലകൾ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളാണ് ബർക്കനുകൾ. നിങ്ങൾക്ക് കാറ്റിന്റെ ഡെപ്പോസിഷൻ, നിക്ഷേപണ ഫലമായിട്ട് മൺകൂനകൾ ഉണ്ടാകുന്നു. കാറ്റിന്റെ അപഘർഷണം, അബ്രാഷൻ പ്രകാരം ശിലകൾ കൂൺ ശിലകൾ രൂപം കൊള്ളുന്നു അല്ലെ. അങ്ങനെ ചുറ്റി വീറ്റുന്ന കാശ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മറ്റിടത്ത് കൊണ്ടുവന്നു. കാറ്റിന്റെ ഒരു അപരദന പ്രവർത്തനമാണിത്. അപരദനം, നദിയുടെ അപരദനം ഉണ്ട്, നദിയുടെ അപഘർഷണം, അബ്രാഷൻ ഉണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിക്കും. വളരെ വിശദമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ വലിയൊരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ പറയുന്ന. ലാസ്റ്റ് ചോദ്യം, 90ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? ഇതൊരു സിമ്പിൾ ചോദ്യം കേട്ടോ. ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു കിട്ടും ഇതിന്റെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘനീഭവിക്കലിന്, എന്താണ് കണ്ടൻസേഷൻ, നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏതാണ്? ഊഷ്മാവ് കുറയലാണോ, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം, ഒക്കെ എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പകലിന്റെ ദൈർഘ്യം. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ 90 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സിലബസ് കറക്റ്റ് അനുസരിച്ച്. ആദ്യത്തെ ശരിക്കും 80 മുതൽ 90 വരെ മൊഡ്യൂൾ 8-അനുസരിച്ചാണ് 7-അനുസരിച്ചാണ് വരുന്നത്. പക്ഷെ ചില ചോദ്യങ്ങൾ അവിടെ 91-നും 100-നും അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. പക്ഷെ എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 8-ഉം ലാസ്റ്റ് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 8-ഉം അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടുത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടുത്തെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ സമയം ഒരുപാട് നീളും. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കണ്ടൻസേഷൻ? ഘനീകരണ പ്രക്രിയ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താഴ്ന്ന താപനില, വായുവിന്റെ ജലബാഷ്പത്തിന്റെ അളവ്, ഹ്യൂമിഡിറ്റി, വായുവിന്റെ മർദ്ദം, തണുത്ത ഉപരിതലങ്ങളിൽ വായുവിന്റെ മർദ്ദം കുറഞ്ഞ മർദ്ദത്തിലാണ് കേട്ടോ, ലോ പ്രഷറിലാണ്. വായുവിലെ ധൂമകണങ്ങൾ, പൊടികണങ്ങൾ,
ഉണ്ടാക്കുക നമ്മൾ ഓപ്ഷൻ ഉള്ളതാണ് വായുവിന്റെ ചലനഗതി, മൂവ്മെന്റ് ഓഫ് എയർ. അപ്പൊ താപവും അന്തരീക്ഷത്തിലെ ജലവും നിങ്ങൾ നോക്കിക്കോളൂ. ഇവർ കുറച്ച് കാര്യങ്ങൾ നോക്കുക. ജലം ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? നീരാവിയായിട്ട് ഉയർന്നു പോകും അല്ലെ? ജലം ചൂടാകുമ്പോൾ അത് നീരാവിയായിട്ട് ഉയർന്നു പൊങ്ങുകയും കണ്ടൻസേഷൻ, ഇവാപറേഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം ചൂടുപിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. ഇനി എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഇത് ആർദ്രത. അന്തരീക്ഷ വായുവിൽ എവിടെ അടങ്ങിയിരിക്കുന്നത്? അന്തരീക്ഷ വായുവിലുള്ള പൊടിപടലങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത, ഹ്യൂമിഡിറ്റി. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു കണ്ടൻസേഷനെ സ്വാധീനിക്കുന്ന ഘടകം. താപവും അന്തരീക്ഷത്തിലെ ജലഘടകം. നിങ്ങൾ നോക്കുക, അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. അപ്പൊ അവിടെ നല്ല ചൂട് കൂടുതലും ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്ത്, അപ്പൊ അവിടെ കൂടുതലും ആർദ്രത, ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ നോക്കുക, ഹ്യൂമിഡിറ്റിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഇത് ആർദ്രതാമാപിനി, ഹൈഗ്രോമീറ്റർ. ആർദ്രതാമാപിനി എന്ന് വരില്ല, ഇത് ഹൈഗ്രോമീറ്റർ തന്നെ വെച്ച് ചോദിക്കും കേട്ടോ. ഇതാണ് ഹൈഗ്രോമീറ്റർ, മെഷറിംഗ് ഹ്യൂമിഡിറ്റി. ഹൈഗ്രോമീറ്റർ പഠിച്ചു നോക്കുക. നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന ജലത്തിന് തുടർന്ന് എന്തൊക്കെ സംഭവിക്കും നോക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കപ്പിൽ നിറയെ ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിക്കുക. അപ്പൊ നമ്മൾ സാധാരണ ചില തണുത്ത ബോട്ടിലൊക്കെ വെക്കുമ്പോൾ ബോട്ടിൽ പുറത്ത് നിന്നുണ്ടാവും വെള്ളം ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ തന്നെ പണ്ടൊക്കെ വിചാരിച്ചെന്തായിരുന്നു, ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ, ഇത് ആ കുപ്പിയിലെ ഉള്ളിലുള്ള വെള്ളമാണ്, ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ അന്തം മുട്ടുന്നത്. ഇതിപ്പോ എങ്ങനെ കുപ്പിയിൽ വല്ല ഹോളോ ചെറിയ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇത് കുപ്പിന്റെ വിടവുകളുടെ പുറത്തേക്ക് വരണം? അല്ല, ഇതെന്താണ്? തണുത്ത വെള്ളം നമ്മൾ അവിടെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ അന്തരീക്ഷത്തിലുള്ള ജലാംശം എന്ത് ചെയ്യണം? അതിനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കപ്പിൽ നിറയെ ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിക്കുക. കപ്പിന് പുറത്ത് നേർത്ത ജലകണികകൾ പറ്റിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കപ്പ് കൂടുതൽ തണുക്കും തോറും ഈ ജലകണികളുടെ വലിപ്പം കൂടി വരികയും അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അത് കപ്പിനുള്ളിലുള്ളതാണോ അല്ലെങ്കിൽ ഗ്ലാസിനുള്ളിലുള്ള പുറത്തേക്ക് വരികയാണോ? അല്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഈ ജലകണികൾ എവിടെ നിന്നാണ് വന്നതാണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിലെ നീരാവി എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ പാസ് ചെയ്തു പോലെ, അപ്പോഴാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ തണുത്ത പ്രതലം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ആകർഷിക്കും. അങ്ങനെ ഈ നീരാവി എന്ത് ചെയ്യാണ്? ഇതിനെ ആകർഷിച്ച് തണുപ്പ് കൂടുമ്പോൾ ഈ നീരാവിയുടെ എന്ത് ചെയ്യും? അളവ് കൂടും. അങ്ങനെ അളവ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? അത് വെള്ളമായിട്ട് രൂപീകരിക്കും. വെള്ളമായിട്ട് ഫോം ചെയ്തിട്ട് തണുപ്പ് കൂടുന്തോറും അത് താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ വരും. അല്ലാതെ അത് കപ്പിന്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടോ. നിങ്ങളൊക്കെ ശരിക്കും ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. നീരാവി തണുത്ത് ജലമായി മാറുന്ന ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഘനീകരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി മാറുന്നു. അങ്ങനെ അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കും. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളുക, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങൾ നമ്മൾ ഓപ്ഷനിലുണ്ട്. ഘനീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകം പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികൾ കൂടിച്ചേർന്നാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇപ്പൊ നമ്മൾ മഴയിലെത്തി, നമ്മൾ വിശദീകരിക്കും. ഓക്കെ, വലിയൊരു ടോപ്പിക് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, 91 മുതൽ 100 വരെയുള്ളത്. അപ്പോൾ അത് കഴിയും. ഇനി നമുക്ക് 5-ാമത്തെയും 6-ാമത്തെയും മൊഡ്യൂൾ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ നമുക്ക് നോക്കാനുണ്ട്. ഏകദേശം 61 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ ഏതാണ്? പൊളിറ്റിക്സും ഇന്റർനാഷണലിന്റെ ആണ്. അതിന്റെ ക്ലാസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്നലെ 2 ദിവസം മുമ്പ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല, ചില സാങ്കേതിക തകരാറ് കാരണം. അപ്പൊ ക്ലാസ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക്, വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊള്ളുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് HSA പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്, ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി പ്രൈവറ്റ് മോഡിലായിരിക്കും, എല്ലാവർക്കും ക്ലാസ് കിട്ടില്ല. ഫീസ് അടച്ച് ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സും ഇനി അവൈലബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.